ഹായ്, ആഷിഖാണ്. റിഗൽ ജ്വല്ലേഴ്സിൻ്റെ കോഴിക്കോട് ഷോപ്പിൽ എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നതായിട്ട് ഇന്ന് കാണിക്കുന്ന കേട്ടോ 2 പവനിൽ വരുന്ന താലിമാല അഥവാ മഹർ ചെയിൻ എന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഒരുപാട് വെറൈറ്റി മോഡൽസൊക്കെ കാണിക്കുന്നുണ്ട്. ഏകദേശം 20ഓളം വെറൈറ്റി മോഡൽസ് ഞാൻ ഇന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. ബാ നോക്കിക്കേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന 20ഓളം വരുന്ന വെറൈറ്റി മോഡൽ താലിമാലകൾ കാണിക്കുന്നത് കേട്ടോ. എല്ലാം തരം നല്ല വെറൈറ്റി മോഡൽസാണ് കാണിക്കുന്നത്. എല്ലാം ഡെയിലി വെയറുമാണ് കേട്ടോ. ഇനി അതിൽ നമുക്ക് വിജുവേട്ടാ ഏറ്റവും ഉറപ്പുള്ള ചെയിൻ ആയതിന് കാണിച്ചു കൊടുക്കുക അല്ലേ. ഏറ്റവും ഉറപ്പുള്ള ചെയിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരമാണ് ഈ ഒരു ചെയിൻ കണ്ടത് നിങ്ങൾ. ഇതിന് കറക്റ്റ് ഇവിടെ എന്താ പറയുക, മിൻമിനി എന്ന് പറയൽ. മിൻമിനി ചെയിൻ ഇട്ടാ ചിലടത്ത് തൊരട് എന്നൊക്കെ പറയാറുണ്ടല്ലേ. തൊരട് മിൻമിനി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു ചെയിൻ ഇട്ടാ ഏറ്റവും ലോങ് ലാസ്റ്റിംഗ് ഉള്ള ചെയിനിൽ വരുന്ന ഒരു ഐറ്റമാണ് ഈ കാണിക്കുന്നത് കേട്ടോ. ശരിക്കും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഇത് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഒരുപാട് വർഷം കൺഫേം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യമുള്ള എന്താ വെച്ചാൽ വലിയ കാഴ്ച ഒന്നും ഉണ്ടാവില്ല അല്ലേ. പൊലിമ കുറയും, കട്ടി കൂടും. സംഭവം നല്ല ഡീല് ചെയിനാണ്. പിന്നെ അതേപോലത്തെ അടുത്ത ചെയിൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സവിതൻ ചെയിൻ. ഒരു ജെൻസ് ആയാലും ലേഡീസിനും ഒരുപാട് ചൂസ് ചെയ്യുന്ന ചെയിനായിട്ട് സവിതൻ ചെയിൻ എന്ന് പറഞ്ഞ ഈ ഒരു മോഡൽ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല അല്ലേ. എല്ലാവർക്കും അറിയുന്ന ഒരു മോഡലും കൂടിയാണ് സവിതൻ ചെയിൻ എന്ന് പറയുന്ന ഐറ്റം. പിന്നെ നമുക്ക് താലിയൊക്കെ ആയിട്ട് ഒരുപാട് പേര് കൊണ്ടുപോകുന്ന ഈ ഒരു മോഡലാണ് ഈ എസ്സിൽ വരുന്ന ഫാൻസി അല്ലേ. എസ്സിൽ വരുന്നൊരു ഫാൻസി മോഡലാണ് ഈ ഒരു ഐറ്റം. അത്യാവശ്യം നല്ല വീതിയിലും നല്ല പൊലിമയിലൊക്കെ വരുന്ന നമുക്ക് മഹറായിട്ടോ താലിമാലയൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മോഡൽ തന്നെയാണ് കേട്ടോ. അത് അത്യാവശ്യം നല്ല ഉറപ്പും വരുന്നുണ്ട് അല്ലേ. പിന്നെ ഇതാണ് എസ് ലീഫ് എന്ന് പറഞ്ഞ ഈ ഒരു ചെയിൻ കേട്ടോ. എസ് ലീഫ് എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇഷ്ടമായ ഐറ്റംസൊക്കെ എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക, താഴത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഇതാണ് എസ് ലീഫ് വരുന്ന മോഡൽ. ഇതും 2 പവൻ തന്നെ വരുന്ന മോഡലിൽ കാണിക്കുന്ന കേട്ടോ. ഓക്കെ, ഇനി അടുത്ത മോഡൽ കാണിച്ചു തരാം. അടുത്ത മോഡലിൻ്റെ പേര് വരുന്നത് റെയിൽ ചെയിൻ. മഹറായിട്ടും താലിമാലായിട്ടും ഒരുപാട് പേര് കൊണ്ടുപോകുന്നൊരു മോഡലാണ് ഈ റെയിൽ ചെയിൻ കേട്ടോ. അത്യാവശ്യം നല്ല ഉറപ്പിൽ ലോങ് ലാസ്റ്റിങ്ങിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല വെറൈറ്റി മോഡൽ തന്നെയാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകട്ടെ ഈ ഐറ്റം. പിന്നെ അതടുത്ത് ഇതാണ് മുഖമ്പം ചെയിൻ എന്ന് പറയും. അത്യാവശ്യം നല്ല ഉറപ്പുള്ളൊരു മെഷീൻ വർക്കിൽ വരുന്ന പണിക്കൂലി ഏറ്റവും കുറവായിട്ട് വരുന്ന ചെയിനായി കാണിക്കുന്നത് കേട്ടോ. മുഖമ്പം ബോക്സ് എന്നൊക്കെ പറഞ്ഞ ഐറ്റം അല്ലേ. അത് കറക്റ്റ് വരുന്ന മോഡലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ എടുത്ത് ചൂസ് ചെയ്യാൻ പറ്റും. എല്ലാതും വെറൈറ്റി മോഡൽസാണ്. ഇത് അടുത്തത് ബോളൂറിക്കട്ട എന്ന് പറഞ്ഞ ചെയിനായി കാണിക്കുന്നത് കേട്ടോ. നമ്മൾ പണ്ട് മുതലേ ഉള്ളൊരു ചെയിനാണിത്. പണ്ട് മുതലേ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഒരുപാട് പേര് ഉപയോഗിച്ച് വരുന്ന നല്ല ഉറപ്പുള്ളൊരു ചെയിനാണ് ഈ ബോളൂറിക്കട്ട എന്ന് പറഞ്ഞ ഈ ഒരു ചെയിൻ കേട്ടോ. ഓക്കെ, ഞാൻ അടുത്ത ചെയിൻ പരിചയപ്പെടുത്തി തരാം. ഇതാണ് ഡബിൾ ഗാംഗുലി. ചിലവർ ഇതിൻ്റെ ഡബിൾ സേവാഗ് എന്നും പറയാറുണ്ട് അല്ലേ. ഡബിൾ സേവാഗ്, ഡബിൾ ഗാംഗുലി എന്നൊക്കെ പറഞ്ഞ ഈ ഒരു മോഡലാണ്. ജെൻസിനായാലും ലേഡീസിനായാലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന പണിക്കൂലി ഏറ്റവും കുറവായിട്ട് വരുന്ന മോഡൽസാണ് കേട്ടോ. നമ്മൾ ഇന്ന് കാണിച്ച എല്ലാ ഐറ്റംസും എന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് ആണ് കേട്ടോ. നിങ്ങൾ 1 ഗ്രാം മുതൽ എത്ര തൂക്കം എടുത്താലും ഇവിടെ പണിക്കൂലി ഹോൾസെയിൽ റേറ്റാണ് വരുന്നത്. നമ്മൾ ഹോൾസെയിൽ ജ്വല്ലറിയാണ് വരുന്നത് കേട്ടോ. അടുത്ത ചെയിൻ പരിചയപ്പെടുത്തി തരാം. അടുത്ത ചെയിൻ്റെ പേരാണ് സിലോക്കട്ട എന്ന് പറഞ്ഞ ചെയിനായി കാണിക്കുന്നത് കേട്ടോ. സിലോക്കട്ട എന്ന് പറഞ്ഞ മോഡലാണ്. നോക്ക്, മഹറായിട്ടൊക്കെ നല്ല ഉറപ്പുള്ള ചെയിനാട്ടോ. താലിമാലൊക്കെ നിങ്ങൾക്ക് കൺഫേം എടുക്കാൻ പറ്റുന്ന നല്ലൊരു ചെയിനാണ് സിലോക്കട്ട എന്ന് പറഞ്ഞ മോഡൽ. ഇനി അടുത്ത മോഡൽ ഇതാണ് രാജമാണിക്കം. രാജമാണിക്കം എന്ന് പറഞ്ഞ ചെയിനായിട്ട് കാണിക്കുന്നത് കേട്ടോ. ഒരു ഹാർട്ട് ഷേപ്പൊക്കെ ആയിട്ട് വന്നിട്ട് നല്ല ഉറപ്പുള്ള ചെയിനാട്ടോ. നിങ്ങൾക്ക് റഫായിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കാഴ്ചയിലും പൊലിമയിലും വരുന്ന ഐറ്റമാണ് ഈ കാണിക്കുന്നത്. ഞാൻ അടുത്ത ചെയിൻ കാണിച്ചു തരാം. ഈ ചെയിൻ്റെ പേരെന്താ പറയുമോ? ഈ ചെയിൻ്റെ പേരെന്താണെന്ന് അറിയോ ചേട്ടാ? ഇതാണ് സാക്ഷാൽ പുലിമുരുകൻ. ഇതാണ് പുലിമുരുകൻ ചെയിനായി കാണിക്കുന്നത് കേട്ടോ. നല്ല ഉറപ്പുള്ള ചെയിനാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായ ഐറ്റംസൊക്കെ എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ ഇട്ടാ. അത് താഴത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ അടുത്ത ചെയിൻ കാണിച്ചു തരാം. ഇതിൻ്റെ പേരെന്താ ചോദിച്ചോട്ടെ? ആ ചെയിൻ്റെ ഇതുപോലെ താരൻ്റെ ഒക്കെ ഒരു പൊള്ള ടൈപ്പ് ചെയിനല്ലേ. ഇത് പൊള്ളത്താര എന്നൊക്കെ പറഞ്ഞിട്ടൊരു ടൈപ്പ് ചെയിനാണ് കേട്ടോ. നല്ല ഉറപ്പുണ്ടാവും. അത്യാവശ്യം പൊള്ളയാണെങ്കിലും അത്യാവശ്യം കട്ടിയുള്ള ഒരു ഉറപ്പുള്ള ചെയിൻ തന്നെയാണ് വരുന്നത് കേട്ടോ. ഞാൻ അടുത്തത് നിങ്ങൾക്കൊരു ബിസ്ക്കറ്റ് ചെയിൻ കാണിച്ചു തരാം. ഇതാണ് ബിസ്ക്കറ്റ് ചെയിൻ എന്ന് പറഞ്ഞ മോഡലാണ് കാണിക്കുന്നത് കേട്ടോ. ഒരുപാട് വെറൈറ്റി മോഡൽസ് ഞാൻ ചെയിൻ കാണിക്കുന്നത് കേട്ടോ. ഇഷ്ട ഐറ്റംസൊക്കെ എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് വെച്ചോളൂ കേട്ടോ. ഷോപ്പിൽ നേരിട്ട് വന്നാൽ മതി. ഇതാണ് സുന്ദരി എന്ന് കേട്ടില്ലേ. ഇതാണ് സുന്ദരി ചെയിൻ. നല്ല ഉറപ്പുള്ള ചെയിനായിട്ടാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി നല്ല ഉറപ്പുള്ള ലോങ് ലാസ്റ്റിംഗ് യൂസ് ചെയ്യാൻ പറ്റുന്ന ചെയിനാണ്. ജെൻസിനായാലും ലേഡീസിനായാലും ഒരുപോലെ പറ്റുന്ന ചെയിനായി കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, ഞാൻ അടുത്ത് സവിതം കട്ട ചെയിൻ വരുന്ന ചേരാ. ഇതാണ് സവിതം കട്ട ചെയിൻ വരുന്നത് കേട്ടോ. അപ്പോൾ നേരത്തെ കണ്ടതിൻ്റെ കട്ട ചെയിൻ അതിപ്പോൾ ജെൻസ് ആയാലും ലേഡീസ് ആയാലും ഒരുപോലെ ഉപയോഗിക്കാൻ ചെയ്യുന്നത് തന്നെയല്ലേ. കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി കല്യാണത്തിന് കിടക്കുന്നവർക്കൊക്കെ പറ്റും. ഇതാണ് സാക്ഷാൽ കുരുമുളക് ചെയിൻ. പെപ്പർ ചെയിൻ എന്നും പറയും, കുരുമുളക് എന്നും പറയും കേട്ടോ.
നല്ല കാഴ്ചയിൽ നല്ല പൊലിമേലൊക്കെ ആയിട്ട് വരുന്ന അത്യാവശ്യം ഡെയിലി വെയർ യൂസ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം കെയർ ചെയ്യണം കേട്ടോ. കെയർ ചെയ്യാതെ യൂസ് ചെയ്യാൻ പൊട്ടി പോവുകയും ചെയ്യും അല്ലേ. കെയർ ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാലം ചൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അടുത്തത് പിന്നെ ഇതൊക്കെ ഇതാ ഇത് എന്ന് പറഞ്ഞാൽ പിരമിഡ് ചെയിൻ ഉണ്ട് കണ്ടാ. ഇത് പിരമിഡ് എസ് ആണ് കേട്ടോ. എസ് പിരമിഡ് എന്ന് പറഞ്ഞ മോഡലാണ് കാണിക്കുന്നത്. പല ടൈപ്പും ഉണ്ട് കേട്ടോ. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ ഐറ്റം കിട്ടുള്ളേ. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ കേട്ടോ, മറന്നുകൊണ്ട് സംഭവം. അത് ഇതാ ഇനി അടുത്ത് ബോളൂറി ചെയിൻ ഇട്ടാ. ഓരോന്നിൻ്റെ പേരൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് കാണാതെ ഞാൻ അത്യാവശ്യം എല്ലാത്തിൻ്റെ പേരും പറയുന്നുണ്ട്, എല്ലാ മോഡൽസ് ഇട്ടോ. ബോളൂറി ചെയിൻ ആണ് ഈ കാണുന്നത്. ബോളൂറി ചെയിൻ, ബോൾ ഇങ്ങനെ ഉറി പോലെ എടുക്കുന്ന ചെയിൻ കൊണ്ടാണ് ഇതിന് ബോളൂറി ചെയിൻ പേരിട്ടത് അല്ലേ. പിന്നെ ഇപ്പോൾ ഇതേതാ എസ്സിൽ തന്നെ 2 വെറൈറ്റി വേറെയും കാണിച്ചു തരാം. എസ്സിൽ തന്നെ 2 വെറൈറ്റീസ്. ഇത് എസ്സിൽ വേറൊരു ചെയിനാണ്, ഇത് എസ്സിൽ വേറൊരു ചെയിനാണ് കേട്ടോ. ഒരുപാട് മോഡൽസ് ഞാൻ ഇന്ന് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാത്തിനും പേരൊക്കെ പഠിച്ചു വെച്ചോളി.